മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 2 ദിവസം മുമ്പ് മാർച്ച് 5-ാം തീയതി വാരണാസിയിലെ ഒരു റോഡ് ഷോ കാണുകയുണ്ടായി. ആ റോഡ് ഷോയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തുറന്ന ജീപ്പിൽ ഒരു സെക്യൂരിറ്റിക്കാരൻ തൊട്ടുപുറകിൽ നിൽക്കുന്നു. 6 കിലോമീറ്ററോളമാണെന്ന് തോന്നുന്നു റോഡ് ഷോ. അത് കഴിഞ്ഞിട്ട് കാശി വിദ്യാപീഠ ഗ്രൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയ കാര്യം, ഞാൻ വിഷയമൊന്ന് മാറിയിട്ട് തിരിച്ചതിലേക്ക് വരാം. പണ്ട് UDF കേരളം ഭരിച്ചിരുന്ന കാലത്ത് സെക്രട്ടേറിയറ്റ് വളയാൻ കണ്ണൂർ മുതൽക്ക് കന്യാകുമാരി വരെ ഇടതുപക്ഷ യുവാക്കളെയും മധ്യവയസ്കരെയും CPM-കാര് വരുത്തി ആരാധ്യനായ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 1,00,000 പേര് വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു 37,000 പേരാണ് വന്നത്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ 12 സ്റ്റാളുകൾ തിരുവനന്തപുരം സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രമീകരിച്ചു. ചരിത്രത്തിൽ ഗിന്നസ് ബുക്കിലേക്ക് പ്രവേശിക്കത്തക്ക വിധത്തിലുള്ള ഒരു സമൂഹം സെക്രട്ടേറിയറ്റ് വളയാൻ തീരുമാനിച്ചു. അങ്ങനെ വളയൽ നടന്നു. റോഡ് സൈഡിൽ നിന്ന് ചായയും കാപ്പിയും കിട്ടി. ഈ സ്റ്റാളിൽ നിന്നും CPM അറേഞ്ച് ചെയ്തിരിക്കുന്ന ഭക്ഷണശാലയിൽ നിന്നും ഭക്ഷണം കിട്ടി. ആദ്യത്തെ ദിവസം ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി കാര്യങ്ങളൊക്കെയായി. പിറ്റേ ദിവസം ഈ തിന്നതെല്ലാം പുറത്തേക്ക് പോകാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്തിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞവര് അടുത്ത ദിവസം സെക്രട്ടേറിയറ്റ് വളയൽ ഒരു കാരണവുമില്ലാതെ ക്യാൻസൽ ചെയ്തു. അതിന് കാരണം ഈ 37,000-40,000 പേര് ശരിക്ക് തിന്നത് പുറത്തേക്ക് കളയാൻ റോഡ് സൈഡ് ഉപയോഗിച്ചാൽ ഈ തിരുവനന്തപുരം സിറ്റിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി. അത് പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ക്ഷീണം എത്രയായിരിക്കുമെന്ന് ചിന്തിക്കാൻ കഴിവുള്ള ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് ധീരനായിട്ട് ധൈര്യത്തോടുകൂടി ആഴ്ചകളോളം നീണ്ടു നിൽക്കേണ്ട സെക്രട്ടേറിയറ്റ് വളയൽ 36-ാമത്തെ മണിക്കൂർ പിൻവലിക്കാൻ ധൈര്യം കാണിച്ചു. അതൊന്ന്, ഒന്നാമത്തെ ധൈര്യം. ഇനി രണ്ടാമത്തെ ധൈര്യം, ഈ കമ്പ്യൂട്ടർ വൽക്കരണത്തിനെതിരെ നഖശിഖാന്തം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ വ്യക്തി പാർട്ടി അംഗങ്ങൾക്കും പ്രവർത്തകർക്കും എല്ലാം കമ്പ്യൂട്ടർ വിതരണം ചെയ്യാനുള്ള ധൈര്യം കാണിച്ചു. ഇത് 2. 3, വിദേശ യൂണിവേഴ്സിറ്റികളെയും വിദേശത്ത് നിന്ന് പഠിച്ചു വന്നവരെയും പുച്ഛത്തോടുകൂടി മാത്രം നോക്കിയിരുന്ന ഈ മുഖ്യമന്ത്രി തൻ്റെ അഡ്വൈസറായിട്ട് വിദേശ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA-യും PhD-യും എടുത്തു വന്ന ഒരു സ്ത്രീയെ ധൈര്യസമേതം അപ്പോയിന്റ് ചെയ്തു. അത് 3-ാമത്തെ ധൈര്യം. ഇനി 4-ാമത്തെ ധൈര്യമുണ്ട്. മാതാ അമൃതാനന്ദമയിക്കെതിരെ എന്തെല്ലാം പ്രശ്നങ്ങൾ ജോൺ ബ്രിട്ടാസ് അമേരിക്കയിൽ പോയിട്ട് പൈസ ചെലവാക്കിയിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ട് വന്നു. അതേ മാതാ അമൃതാനന്ദമയിയുടെ അമൃത വിശ്വവിദ്യാലയം എട്ടിമട കോയമ്പത്തൂരില് തൻ്റെ 2 മക്കളെയും പഠിപ്പിക്കാനുള്ള ധൈര്യം കാണിച്ചു. തൻ്റെ 2 മക്കളെയും പഠിപ്പിക്കാനുള്ള ധൈര്യം ഇന്നത്തെ മുഖ്യമന്ത്രി കാണിച്ചു. അമൃതാനന്ദമയ്യെ ആൾദൈവം എന്ന് പറഞ്ഞ് വിമർശിക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ ഒപ്പം നിന്നിട്ടും ആ ധൈര്യം കാണിച്ചു. പിന്നെയും ധൈര്യങ്ങളുടെ പരമ്പര കുറേ അധികം കാണിച്ചു. മൾട്ടിനാഷണൽ കമ്പനികളെ നഖശിഖാന്തം എതിർക്കുകയും അവർക്കെതിരെ വേണ്ടത്രയും മുദ്രാവാക്യം വിളിച്ച് സെക്രട്ടേറിയറ്റ് വളയലിനേക്കാൾ വലിയതായിട്ടുള്ള പ്രതിഷേധം ചെയ്യുമ്പോഴും തൻ്റെ മക്കളെ മൾട്ടിനാഷണൽ കമ്പനിയിൽ തന്നെ ജോലിക്ക് അയക്കാനുള്ള ധൈര്യം കാണിച്ചു. അത് മാത്രമല്ല, താൻ ധൈര്യം കാണിച്ചു എന്ന് പറയുന്ന വേറൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് വളരെ ഭംഗിയായിട്ട് 4,000 പോലീസുകാരുടെ നടുക്ക് നിന്നുകൊണ്ട് 12,000-ഓളം പാർട്ടി പ്രവർത്തകരെ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും കൊണ്ടുവന്ന് അവരുടെ കൂടെ നിന്നുകൊണ്ട് ഏത് ഇന്ദ്രനും ചന്ദ്രനും വിചാരിച്ചാലും പിണറായി വിജയനെ തകർക്കാൻ സാധിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. 4,000 പോലീസുകാരുടെ നടുക്ക് നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. തന്നെ ആര് വിചാരിച്ചാലും തകർക്കാൻ സാധിക്കില്ല.
മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ എന്നുള്ളതും തനി പിണറായി വിജയൻ എന്നുള്ള വരിയും ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമല്ല, ഈ താന്റെ ധീരത തെളിയിക്കാൻ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ ഒരു പ്രഖ്യാപനവും ധൈര്യമായിട്ട് നടത്തി. ബ്രണ്ണൻ കോളേജില് ഊരിപ്പിടിച്ച വാളിന്റെ ഊരിപ്പിടിച്ച കത്തിയുടെ രണ്ടും ഒറിജിനൽ ആയിരിക്കാനാണ് സാധ്യത, പ്ലാസ്റ്റിക് ആവാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ എടുത്തു പറയണ്ടല്ലോ. ആ ഊരിപ്പിടിച്ച പ്ലാസ്റ്റിക് വാള് അല്ലാത്ത വാളും പ്ലാസ്റ്റിക് കത്തി അല്ലാത്ത കത്തിയും സ്റ്റേജിലല്ലാതെ കോളേജിലും താൻ ധൈര്യമായിട്ട് നടന്നിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് അത്ഭുതകരമായ വസ്തുത, മധ്യപ്രദേശിൽ ഒരു ചോട്ടാ നേതാവ് തന്റെ തലയ്ക്ക് 1 കോടി രൂപ വില പറഞ്ഞപ്പോൾ മാതൃഭൂമിയുടെ ഫോട്ടോയില് അന്വർത്ഥമാകത്തക്ക വിധത്തിൽ പിണറായി വിജയൻ സാറ് കയ്യ് തലയിൽ പിടിക്കുന്ന ഒരു കാഴ്ച അത് അത്ഭുതകരമായി തോന്നി. ഇത്രയും അധികം ധൈര്യമായിട്ട് ചെയ്ത് ആ കയ്യ് തലയുടെ സൈഡിൽ പിടിച്ചുകൊണ്ട്, അത് പണ്ടത്തെ എവിടത്തെ ഒരു ഫോട്ടോ ആയിരിക്കും, അദ്ദേഹം പറയുകയും ചെയ്തു, ഇതൊക്കെ ഞാൻ തൃണവൽഗണിച്ചുകൊണ്ട് ഇതൊക്കെ നിസ്സാരമായിട്ട് ഞാൻ തള്ളിക്കളയാമെന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഇത്രയും ധീരതയുടെ പരമ്പര കാണിക്കുകയും പറയുകയും എല്ലാം ചെയ്ത ആരാധ്യനായ കേരള മുഖ്യമന്ത്രി, ഈ തന്റെ തലയ്ക്ക് ഇത്രയും കാലം വലിയ വിലയൊന്നും ഉണ്ടെന്ന് ധരിക്കാതിരുന്ന മുഖ്യമന്ത്രി അതിന് 1 കോടിയോളം രൂപയുടെ വില വരുമെന്നറിഞ്ഞപ്പോഴാണ് 4 ബ്ലാക്ക് കാറ്റ്സിനെ കൂടി തന്റെ സെക്യൂരിറ്റിയുടെ കൂട്ടത്തിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് പെടുത്തിയത്. അപ്പൊ ഇത്രയും ധൈര്യമുള്ള വ്യക്തിക്ക് ഇങ്ങനൊരു പ്രഖ്യാപനം വന്നതോടുകൂടി ഇത്ര ഭയം തോന്നിയോ? തന്റെ തലയ്ക്കും ശരീരത്തിനൊക്കെ ഭയങ്കര വിലയുണ്ട് എന്ന് തോന്നി തുടങ്ങിയ ഒരു അവസരത്തിലാണ് കുറേ കൂടി സെക്യൂരിറ്റി ടൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഇന്നലത്തെ പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നത്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിച്ചു പോവായിരുന്നു, ഒരു മുഖ്യമന്ത്രി പോലെ അല്ലെങ്കിൽ ഒരു മന്ത്രി പോലെ എത്രയോ മന്ത്രിമാരെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും കേരളത്തിലില്ല. ഒരു മന്ത്രിമാരെയും കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മാത്രമല്ല, ജയലളിത പോയപ്പോൾ വേറൊരു മുഖ്യമന്ത്രി വന്നു. അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി ആക്സിഡന്റിൽ മരിച്ചപ്പോൾ വേറൊരു മുഖ്യമന്ത്രി വന്നു. രാജശേഖർ റെഡ്ഡി YSR റെഡ്ഡി ആക്സിഡന്റിൽ മരിച്ചപ്പോൾ വേറൊരു മുഖ്യമന്ത്രി വന്നു. മുഖ്യമന്ത്രിയെ കിട്ടാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല രാജ്യം അല്ല ഭാരതം. കേരളത്തിലും ഏതാണ്ട് അതേപോലെ തന്നെയാണ്. പക്ഷെ കണ്ണൂരില് ചില വീടുകളില് തൂശൻ ഇലയില് റീത്ത് കൊണ്ടോ വെച്ച് 7 ദിവസത്തിനുള്ളില് കൊല്ലേണ്ടവരെ കൊല്ലുമെന്ന് അറിയിക്കുന്ന വിധത്തിലുള്ള ഈ കർമ്മം ചെയ്യുന്നവര് ഒന്ന് ചിന്തിക്കുക. ഇങ്ങനെ മധ്യപ്രദേശിൽ ഒരാൾ പറഞ്ഞപ്പോൾ തന്റെ സെക്യൂരിറ്റി കൂട്ടിയെങ്കിൽ ഒരു മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ കിട്ടാൻ ഭാരതത്തില് ഒരു ക്ഷാമവും ഇല്ലാത്ത വേദിയില് തന്റെ മക്കളുടെ ദിവസം എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് മാതാപിതാക്കൾക്ക് കണ്ണൂരിൽ തോന്നുന്ന ദിവസം ഈ മാതാപിതാക്കൾക്ക് സെക്യൂരിറ്റി വേണം, മക്കളുടെ ജീവന് സെക്യൂരിറ്റി വേണമെന്ന് തോന്നിയാൽ അവരാരെയാ ചെന്ന് ആശ്രയിക്കുക? ആ മക്കളുടെ ജീവന് സേഫ്റ്റിയും സെക്യൂരിറ്റിയും വേണമെങ്കിൽ ബ്ലാക്ക് കാറ്റ് കിട്ടുമോ? ഒരു മന്ത്രിയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ, ഈവൻ പ്രധാനമന്ത്രിയെയും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഭാരതത്തില് ഒരു മകനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നേരത്തെ പറഞ്ഞ മന്ത്രിയുടെ പദവിയും മുഖ്യമന്ത്രിയുടെ പദവിയും പ്രധാനമന്ത്രിയുടെ പദവിയും ഇലക്ഷനിലൂടെ ലഭിക്കുന്ന പദവികളാണ്. പക്ഷെ മകന്റെ പദവി ഇലക്ഷനിലൂടെ ലഭിക്കുന്നതല്ല. അങ്ങനെ മക്കളെ കൊന്നും കൊലവിളിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു പാർട്ടിയുടെ ഒരു നേതാവിന് തന്റെ തലയ്ക്ക് 1 കോടി രൂപ വിലയുണ്ടെന്ന് അറിഞ്ഞപ്പോ ശരിക്ക് സെക്യൂരിറ്റി വേണമെന്ന് തോന്നി. നേരത്തെ പറഞ്ഞ ധീരത, ധൈര്യം എവിടെ പോയി സാറേ? പ്രണാമം, നമസ്കാരം.